പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംരംഭകയായ റസീന ഹംസയാണ്. നമസ്കാരം. നമസ്കാരം. റസീന ഒരു പാചക വിദഗ്ധയാണ് അല്ലേ? ഒരു ചെറിയ സ്ഥലത്ത് ഊണ് കൊടുത്തുകൊണ്ടാണോ തുടങ്ങിയത്? എങ്ങനെയാണ് ഒരു എന്താ പറയുന്നതിന് ഒരു ഫുഡ് ആണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ കാക്കനാടാണ് റസീനയുടെ സ്ഥലം. ഫുഡ് ഒരുക്കി കൊടുക്കുന്നത് കാക്കനാട് ആണ്. ചെറിയൊരു കട എന്ന് പറയാം. ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കൊടുക്കുന്ന ഒരു കടയാണത് അല്ലേ? അപ്പോൾ ആ കടയിൽ എന്താ കൊടുക്കുന്ന? ഊണാണോ? അവിടെ ഊണ് മാത്രമേ ഉള്ളൂ? ഊണുണ്ട്, കഞ്ഞിയുണ്ട്. അതായത് ഉച്ചയ്ക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത് അല്ലേ? ഊണുണ്ട്, കഞ്ഞിയുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ ഓംപ്ലേറ്റ് അടിച്ചത്, അങ്ങനെയുണ്ട്. ശരി. അപ്പോൾ ഈ ഒരു കട തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം, ഈ ആഹാരം ഉണ്ടാക്കാൻ, കൊടുക്കാൻ, വിളമ്പാൻ ഇതൊക്കെ വലിയ താല്പര്യമുള്ള ആളാണോ? അതെ, തീർച്ചയായിട്ടും. എനിക്കെന്ന് വെച്ചാൽ ആദ്യം ഫുഡിൻ്റെ ഒന്നും പരിപാടി അറിയില്ലായിരുന്നു. എൻ്റെ ഉമ്മച്ചിയായിട്ടാണ് എന്നെ എല്ലാം പഠിപ്പിച്ചതൊക്കെ. അങ്ങനെ നമുക്കിപ്പോൾ എന്തായാലും എനിക്കൊരു കൈത്തൊഴിലായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിലേക്ക് ഇതെനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇപ്പം അത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഇങ്ങനെ തുടങ്ങി പിന്നീട് ചോർത്ത് തുടങ്ങണ്ടായിരുന്നു എന്നിങ്ങനെ വിചാരിച്ച്, പക്ഷേ അങ്ങനെ തന്നെ പിടിച്ചു നിന്ന് എനിക്കിപ്പം കുഴപ്പമില്ല. ശരിക്കും പറയാം, എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇതുകൊണ്ടിട്ടാണ് തന്നെയാണ്. എന്നാൽ ചോദിക്കും മൊത്തത്തിൽ ഇത് കൊണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയല്ല. പക്ഷേ എൻ്റെ ഭർത്താവും നല്ലോണം ജോലി എടുക്കുന്നുണ്ട്, എൻ്റെ മക്കളും ജോലി എടുക്കുന്നുണ്ട്. പക്ഷേ മക്കളുടെയും ഭർത്താവിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റക്കാട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഇതില്ല. എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് സുഖമില്ലാത്ത ഒരാളാണ്. കുറച്ച് നാൾ ഞാൻ ഒരു 5 വർഷത്തോളം ഇതവിടെ അടച്ചിട്ടിരുന്നു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ നട്ടലിനൊരു ചെറിയ പ്രശ്നമുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഞാനത് അടച്ചിട്ടേക്ക് ചെയ്ത്. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. എന്നാൽ ചോദിക്കും പാടുകേടുണ്ട്, എല്ലാം ഉണ്ട്. മരുന്നിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാട് എവിടെയാണ് ശരിക്കും? എൻ്റെ സ്വന്തം നാട് കായംകുളമാണ്. നമ്മുടെ വീട്ടിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട്, വളരെ ദൈനിക അവസ്ഥയിലായിരുന്നു. എൻ്റെ വാപ്പച്ചിക്ക് ഞങ്ങൾ 5 മക്കളാണ്. അതിൽ 4 പെൺപിള്ളേരും ഒരു ആൺകുഞ്ഞുമാണ്. അപ്പം അങ്ങനെ നമുക്ക് ജീവിത ശൈലി എന്ന് പറയാൻ എന്നാൽ നമ്മൾ ഒരുപാട് ആർഭാടവും ഇല്ല, എന്നാൽ നമ്മൾ ഒരുവിധം രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു പോയി. അപ്പം നമ്മൾ എല്ലാത്തിലും ഒതുങ്ങി ജീവിച്ച് നമ്മളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെയും നമ്മൾ എല്ലാ രീതിയിലും നല്ല ഇതിൽ നിന്ന് പിന്നീട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പൊ കാക്കനാടാണ് റസീന താമസിക്കുന്നത്? ഇപ്പൊ താമസിക്കുന്നത് കാക്കനാടാണ്. അതെ, ഈ കോട്ടസ് ജംഗ്ഷനിൽ തന്നെയാണ് റസീന കട നടത്തുന്നത്. അതെ അതെ. അപ്പോൾ വീട്ടിലിറക്കുണ്ട്? വീട്ടിൽ എനിക്ക് 2 മക്കള്, ഭർത്താവ്, ഞാൻ. പിന്നെ ഇപ്പം മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷമാകാൻ പോകുന്നു. മരുമോളും ഉണ്ട്. അപ്പോൾ ഈ ഒരു കട ആരംഭിക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. ഭർത്താവ് എന്താണ് ചെയ്തത്? ഭർത്താവ് കൂലിപ്പണിയാണ്. അപ്പം പുള്ളിക്കാരൻ മക്കളപ്പോഴത്തേക്കൊന്നും ജോലിക്കൊന്നും പോകാറായിട്ടില്ല, പഠിത്തം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓർത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം എന്ന് പുറത്തോട്ടൊരു ജോലിക്ക് പോകാനായിട്ട് എനിക്ക് കുറച്ചാൾ പോയതാണ് ഞാൻ. പക്ഷെ പിന്നീട് എനിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ശരീരം കൊണ്ട് ബുദ്ധിമുട്ടുകളാണ്, ആരോഗ്യ പ്രശ്നങ്ങളാണ്, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ പക്ഷേ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നമുക്ക് ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയാലോ എന്നിങ്ങനെ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് എന്ത് വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങി എന്തായാലും ആദ്യമൊക്കെ നമ്മൾ കുറച്ച് വീട്ടിൽ തന്നെ ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് പുതിയതായിട്ട് ആളുകൾ വന്ന് ഇൻഫോ പാർക്കിൽ നിന്ന് അങ്ങനെയൊക്കെ ഓരോ ഈ ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന പിള്ളേർ അങ്ങനെയൊക്കെ വന്ന് കൊടുത്ത്, പിന്നെ നമ്മുടെ നവനിർമ്മ സ്കൂളിലേക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. ഡെയിലി ഒരു 90 പേർക്കുള്ള ഫുഡ് അങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോൾ ഓർത്ത് അന്ന് ഇവിടെ ഒരു കട ഇട്ടാലോ എന്ന് ഓർത്തൊരു പെട്ടിക്കട ഇട്ടതാണ് ഞാൻ. അങ്ങനെ ഇട്ടിട്ട് ആദ്യം ഞാനിങ്ങനെ ദോശയുടെ പരിപാടി, രാവിലെ ചെറുകടി ദോശ, ഉച്ചക്കലത്തെ ഊണ്, അങ്ങനെ എല്ലാമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ വീണ്ടും എനിക്ക് നട്ടലിന് പ്രശ്നം കൂടി തളർന്നു പോയി. അങ്ങനെ അവിടെ അങ്ങനെ ആ കിടപ്പിൽ എന്തായാലും. പക്ഷെ എൻ്റെ മക്കളും എൻ്റെ കെട്ടിയവനും കൈ പിടിച്ചെന്നെ കയറ്റി. അതെനിക്കൊരു വലിയ. പിന്നെ എൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. എനിക്ക് അവരായിരുന്നു എല്ലാം, തണൽ അവരായിരുന്നു. പക്ഷെ എൻ്റെ വാപ്പയും ഉമ്മയും പോയപ്പോഴത്തേക്ക് ഞാൻ തളർന്നു പോയി. എന്ന് വെച്ചാൽ എന്തിനും ഇടവും വലവും എൻ്റെ വാപ്പയും ഉമ്മയായിരുന്നു എനിക്ക്. പക്ഷെ അവരും പോയി കഴിഞ്ഞ. പക്ഷെ ഇപ്പം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എന്നോടൊപ്പം ഇന്ന് ഈ നിമിഷം വരെ എന്നോടൊപ്പം ഉണ്ട്. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല.
അങ്ങനെ ഫുഡിൻ്റെ പരിപാടി വീണ്ടും ഞാൻ പറഞ്ഞ് ആ, നമുക്ക് വീണ്ടും ഇവിടെ തന്നെ തുടങ്ങാം, നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാൻ തുടങ്ങാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി കുറച്ച് നാൾ വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. കച്ചവടം കുറവ് എന്ന് വെച്ചാൽ തുടങ്ങിയ കച്ചവടം ഇട്ട് പോയി, പിന്നീട് നമ്മൾ തുടങ്ങി വെക്കണയാണ്. അപ്പൊ കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പൊ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനിയും ഇല്ല, അറിഞ്ഞു കേട്ടൊക്കെ എല്ലാവരും വന്നാലും ശരിയായിക്കോളൂ. ഇപ്പം ദൈവം സഹായിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല, കച്ചവടം അത്യാവശ്യം കച്ചവടവും ആയിട്ടുണ്ട്. പിന്നെ ഇത് കൊണ്ടിട്ടാണോ മൊത്തം കഴിയുന്നത് വെച്ചാൽ അല്ല, ഇതുകൊണ്ട് നമ്മൾ വാടകക്കാണ് താമസിക്കുന്നത്. പിന്നെ 2 മക്കൾ ജോലിക്ക് പോകുന്നുണ്ട്, കെട്ടിയവനും പോകുന്നുണ്ട്, അവരുടെ ഹെൽപ്പ് എല്ലാം ഉണ്ട്. കെട്ടിയവന് ഈ പറഞ്ഞ പോലെ 7 മണിയാകുമ്പോൾ 7:30 ആകുമ്പോൾ പുള്ളിക്ക് ജോലിക്ക് കയറണം. അതിന് മുമ്പ് മാക്സിമം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പം മോൻ്റെ മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞ് അവന് ഒന്ന് വേറെ മാറി താമസിച്ച്, മകള് പഠിക്കാൻ പോണെയാണ്. പിന്നെ ഇളയ മോനും നല്ല ഹെൽപ്പാണ്, എന്തിനും എവിടെ പോകാനാണെങ്കിലും വരാനാണെങ്കിലും വീട്ടിലേക്ക് എന്ത് കാര്യത്തിനും അവൻ നല്ല ഹെൽപ്പാണ്. മൂത്തതും കുഴപ്പമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് 2 പേരും കൂടെ കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു കട തുടങ്ങാനായിട്ടുള്ള ഒരു മൂലധനം ഉണ്ടല്ലോ, അത് വേണ്ടേ നമുക്ക്? ഒരു കട തുടങ്ങാൻ അതെങ്ങനെ? അത് നമ്മൾ കുറേ ബുദ്ധിമുട്ടിയാണ് അത് ഒപ്പിച്ചെടുത്തത്. കുറച്ച് ബാധ്യതകളാക്കി. ബാധ്യത എന്ന് വെച്ചാൽ ചെറിയ രീതിയിലാണെങ്കിലും അതിനും നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. പക്ഷെ നമ്മളത് എന്താ പറയുന്ന കടം വാങ്ങിച്ച് എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങി നമ്മൾ മുന്നോട്ട് പോയി. പക്ഷെ അതൊക്കെ റെഡിയായി, കുഴപ്പമില്ല. പിന്നെ പെട്ടെന്നായിരുന്നു മോൻ്റെ കല്യാണം, അങ്ങനെയൊക്കെ. അപ്പം ഇപ്പം ഈ കട തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? ഞാൻ 2017 ഇവിടെ തുടങ്ങിയതാണ് കട. ഈ കട ആദ്യമായിട്ട് തുടങ്ങിയത് 2017 എന്ന് വെച്ചാൽ 15 മുതൽ ഫുഡിന്റെ പരിപാടി തുടങ്ങിയാണ്. എന്നിട്ട് ഇതിവിടെ തുടങ്ങിയേക്കുന്നത് 2017 അപ്പൊ ഇടയ്ക്ക് നിർത്തിപ്പോയി എന്ന് ഇടയ്ക്ക് നിർത്തിപ്പോയി, സുഖമില്ലാണ്ട് നിന്ന സമയത്ത്. അപ്പോഴും ഇല്ല, എന്താ പറയുന്ന, ഇതിനോടായിരുന്നു താല്പര്യം മുഴുവൻ. എനിക്ക് ഫുഡ് എല്ലാം വെക്കണം, കൊടുക്കണം, എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കണം, നമ്മ കഴിക്കുന്ന ഭക്ഷണം തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെന്തായാലും ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ നന്നായി പോകുന്നുണ്ട് കട അല്ലേ? ഏകദേശം ഒരു എത്ര ഊണ് പോകും? അപ്പോൾ ഏകദേശം ഒരു 50 ഊണോളം പോകുന്നുണ്ട്. ശരി. സ്ഥിരമായി വന്ന് കഴിക്കുന്നവരുണ്ട്. സ്ഥിരമായി വന്ന് കഴിക്കുന്നവരുണ്ട്. ഒരു ദിവസം ഇപ്പോൾ ഞാനില്ലെങ്കിലും എന്നെ വിളിക്കും. എൻ്റെ നമ്പർ ഈ കടയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളിക്കും, എന്തെങ്കിലും ഫുഡില്ല. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോക്ടറിക്കയിൽ പോകേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മുടക്കും. പിന്നെ ഞാനായിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്നും മുടക്ക് വരും. മാക്സിമം മുടക്കാതെ നോക്കുന്നത്. പിന്നെ പറ്റാണ്ടായി കഴിയുമ്പോൾ മാത്രമേ ഞാൻ നിർത്തും. കുഴപ്പമില്ലാണ്ട് പോകും. ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ വില കൂടുതലാണ്, പച്ചക്കറിക്കാണെങ്കിലും പലചരക്കിന്. പിന്നെ ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നവും വന്നു. അപ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഗ്യാസിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് തുടങ്ങിയ സമയം മുതലേ ഞാൻ ഊണിന് 50 രൂപയാണ് വാങ്ങിക്കുന്നത്. കഞ്ഞിക്ക് ആദ്യം 30 പിന്നെ ഞാൻ 40 ആക്കിയത്. പക്ഷെ ഇപ്പോഴും ഈ അടുത്ത സമയം ഗ്യാസിന്റെ ഭയങ്കര പ്രശ്നം വരുന്നിടം വരെയും ഞാൻ 50 തന്നെയാണ് ഊണിന് വാങ്ങിച്ചത്. പക്ഷെ ഇപ്പോൾ അത് പറ്റണില്ല. വലിയ കുറ്റിയെ നമുക്ക് കടയിൽ വെക്കാൻ പറ്റുള്ളൂ, ചെറിയ കുറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ ആ ഗ്യാസ് എടുക്കണമെങ്കിൽ തന്നെ 3300 രൂപ കൊടുത്താലേ നമുക്ക് ആ ഗ്യാസ് വീട്ടിലേക്ക് കിട്ടുള്ളൂ, കടയിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഊണിന് 60 രൂപയാക്കി. ബാക്കി പിന്നെ മീനെന്ന് വെച്ചാല് വില കൂടിയും കുറഞ്ഞും ഒക്കെ കിടക്കും. അപ്പൊ വില കൂടുന്ന സമയത്ത് ഞാൻ അങ്ങനെ വാങ്ങിക്കും, കുറഞ്ഞ ഇതാണെങ്കിൽ കുറഞ്ഞ രീതിയിൽ വാങ്ങിക്കും. അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. എന്നാലും പോണ്. ആർക്ക് കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. നമുക്കത് അവർ മനസ്സുകൊണ്ട് ഇതായി തരുവാണെങ്കിൽ നമുക്ക് അത് നിലനിൽക്കുള്ളൂ. അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കുറേ പേര് അങ്ങനെ വരുന്നുണ്ട്. പിള്ളേർ ഐറ്റം ആണെങ്കിൽ വന്നിട്ട് അതിൻ്റെ ഊണിന് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം 60. അപ്പം അവർ നമുക്ക് കയറി കഴിക്കാമെന്ന് പറയും. അപ്പം അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ, അവരുടെ കയ്യിലുള്ള പൈസ അനുസരിച്ചിട്ടല്ലേ നമ്മുടെ കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം വരുന്നവർക്ക് അവരുടെ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം. അതാണ് എൻ്റെ ഒരു ഇത് വെച്ചാൽ നമുക്കത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പൊതുവെ ആളുകൾ, എനിക്ക് തോന്നുന്നു, ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, സ്ത്രീകൾ നടത്തുന്ന ഹോട്ടലുകളിലൊക്കെ തേടി പിടിച്ച് പലരും പോയി കഴിക്കാറുണ്ട്. കാരണം അത് ഒന്നാമതൊരു ഒരു സ്ത്രീ വയ്ക്കുമ്പോൾ അതിന് വൃത്തി ഉണ്ടാവും അല്ലേ? അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കണം മിക്കവാറും ആളുകൾ പോയി അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ഭക്ഷണത്തിന് രുചിയും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ സ്ഥിരമായി അവിടെ തന്നെ കഴിക്കാൻ പോവുകയും ചെയ്യും അല്ലേ? അപ്പോൾ എന്തെങ്കിലും പാചകത്തിൽ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ? അതോ നമ്മൾ സ്ഥിരമായി വെക്കുന്ന കറികളും അങ്ങനെ? സ്ഥിരമായിട്ട് ഞാനൊരു പരീക്ഷണം നടത്തൂല. പരീക്ഷണം എല്ലാം നടത്തി കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് പിന്നെ ഞാൻ സമാധാനം പറയാൻ നടക്കില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ
നമ്മൾ സാധാരണ ഒരു മീൻകറി വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യാറുണ്ടോ? എന്ന് വെച്ചാല് ഞാനിപ്പം ഇന്നിപ്പം നമുക്ക് ഈ കടയിൽ ശരിക്കും പറയാൻ ഞാൻ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. അല്ലാതെ ഞാൻ വീട്ടിലെന്ന് വെച്ചാൽ ഇപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ അങ്ങനെയൊന്നും നോക്കാം എന്നുള്ള ഒരു രീതി. പക്ഷെ കടയിൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് ബാലൻസ് വരൂലേ. അപ്പം ഞാൻ കടയിലത്തെ പച്ചക്കറികൾ ഞാനിങ്ങനെ മാറ്റി പിടിക്കും അങ്ങനെ ഒരു ഇതാക്കിയിട്ട് പച്ചക്കറികൾ വെക്കുന്നത്. പിന്നെ മീൻകറി മാത്രം ഒരൊറ്റ ഇതിൽ ഞാൻ കടയിലേക്ക് വെക്കുള്ളൂ. മുളകിട്ട് മാത്രമാണ് തേങ്ങയും മുളകും കൂടെ അരച്ച് ചെറിയ ഉള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് അങ്ങനെ ഒരു കറി വെക്കുന്നത്. ആ ഒരു കറിയാണ് ഇന്ന് വരെയും വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കടയിലേക്ക് ഞാൻ വേറൊരു രീതിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മീൻ കൂട്ടിയുള്ള ഒരു ഊണ് എന്ന് പറയുമ്പോൾ വില കൂടുതലല്ലേ? കൂടുതലാണ്. പക്ഷേ ഞാനത് അങ്ങനെ മേടിക്കുന്നില്ല. മീൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നില്ല. അതിലെന്തെങ്കിലും ചെറിയ മീൻ വാങ്ങിച്ച് ഒരു തേങ്ങയും മുളകരച്ചൊരു കറി വെക്കുക. അപ്പം ആളുകൾക്ക് ഒരു മീനിൻ്റെ ചാറെന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടമായിട്ട് തോന്നും. അപ്പം നമുക്ക് സാമ്പാറിനോടൊന്നും അത്ര വലിയ മതിപ്പ് വരില്ല. ഈ മീൻ ചാറുണ്ടെന്ന് പറയുമ്പോൾ ഒരു ചോറുണ്ണാനൊരു ഇതാണ്, അങ്ങനെ കഴിക്കും. അപ്പോൾ ഈ ഇപ്പോൾ കടയിലേക്കുള്ള ഈ ഇതെല്ലാം രാവിലത്തെ ഫുഡും കൊടുക്കുന്നുണ്ട്. രാവിലത്തേത് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഞാനൊന്ന് ഈ ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോ ഞാനൊന്ന് നിർത്തി വെച്ചേക്കണേണ് രാവിലത്തേത്. ചായ കൊടുക്കുന്നുണ്ടോ? ഇല്ല, ചായയും ഇല്ല. അപ്പൊ ഉച്ചക്ക് ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഉച്ചക്ക് ഊണ് മാത്രമേ ഊണും ആ കഞ്ഞി മാത്രം ആണ് ഉള്ളു. അത് എല്ലാം വീട്ടിൽ നിന്ന് വെച്ചിട്ട് കൊണ്ടുവന്ന് വരും. ശരി, വീട്ടിൽ ആണ് തയ്യാറാക്കുന്നത്. അപ്പൊ വിറകടുപ്പിലാണോ? വിറകടുപ്പാണ്. കഞ്ഞി ചോറും ഒക്കെ വിറകടുപ്പിലാണ് വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കറികളെല്ലാം ഗ്യാസുമേലും വെക്കുന്നത് എല്ലാം. പിന്നെ ഈ കടയിൽ വന്ന് ചെയ്യുന്നത് വെള്ളവും തിളപ്പിക്കും, മീൻ വറുക്കും, മുട്ട ഓംപ്ലേറ്റ് അടിക്കും. വേറെ എല്ലാം വീട്ടിൽ വെച്ചാ ചെയ്തുകൊണ്ടുവരുന്നു അല്ലേ? കുടിവെള്ളം വരെ തിളപ്പിച്ചു കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ തിളപ്പിക്കും. കുടിവെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ തിളപ്പിക്കും. ശരി, അങ്ങനെയാണ്. അപ്പൊ ഈ കട വൈകുന്നേരം അടച്ചു പോകും അല്ലേ? ഒരു വെളുപ്പിനെ വെച്ചാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്ന് തുറന്നിടും. പുള്ളിമോനോ ഇളയ മോനോ അല്ലെങ്കിൽ ഭർത്താവോ വന്ന് തുറന്ന് വെള്ളമൊക്കെ എടുത്ത് വെച്ച്. ഇപ്പോൾ മോനിക്ക് ഒരു ചെറിയ വർക്കുണ്ട്. ആ വർക്ക് ഇല്ലെങ്കിൽ ഞാനും മോനും കൂടെ ആണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഉച്ചക്ക് ചോറിനാൻ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് വെച്ചാൽ ഉച്ചക്ക് നല്ല തിരക്കാണ്. അപ്പൊ ആ തിരക്ക് സമയത്ത് രണ്ടുപേരില്ലാതെ പറ്റില്ല. പുള്ളി വന്ന് സഹായിക്കും. എന്നിട്ട് പുള്ളിക്ക് പിന്നെ 2:30 കയറിയാൽ മതി. അപ്പൊ 2:30 ആകുമ്പോഴത്തേക്ക് പുള്ളി ഇവിടുന്ന് പോകും. പിന്നെ ഞാനും മോനും കൂടെ എല്ലാം കഴുകി പുതുക്കി പറക്കി അടിച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും അല്ലേ? അപ്പൊ ഈ ഒരു കട തുടങ്ങി ഇപ്പൊ ഇത്രയും നാളായി, 2017 തുടങ്ങി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇത്രയും വർഷമായി. ഇപ്പൊ ഈ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് റസീനയ്ക്ക് എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്? എനിക്ക് എല്ലാ രീതിയിലും സഹായം തന്നെയാണ്. ഇന്നത് എടുത്തു പറയാനായിട്ടില്ല, എല്ലാ രീതിയിലും എനിക്ക് സഹായം തന്നെയാണ്. നമുക്ക് കുഴപ്പമില്ല. എനിക്ക് എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ ഇന്നത് വേറെ ആയിട്ട് എടുക്കുന്നില്ല. എങ്ങനെ നോക്കിയാലും നമുക്കൊരു നല്ല രീതിയിൽ കടയിൽ കച്ചവടം ചെയ്ത് വന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നതിന് വേറെ അങ്ങനെ ചെയ്യുന്നു. അത്രയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ ഈ പണം ഉപകരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് എന്താ പറയുക, വെറുതെ ഇരുന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയാവുന്ന ഒരു തൊഴിൽ അല്ലേ? നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം മിക്കവാറും സ്ത്രീകൾക്ക്. അപ്പം അവർക്ക് ആ ഒരു കാര്യം കൊണ്ട് തന്നെ വീട്ടിലിരുന്നുണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംരംഭം തുടങ്ങി അതിലൂടെയും വരുമാനം ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ കുടുംബത്തെ സഹായിക്കാനും പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റസീന ഒരു കട നടത്തുന്നു. റസീനയുടെ കടയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലേ? പലതരത്തിലുള്ള ആളുകൾ, പല ശ്രേണിയിൽപ്പെട്ട ആളുകൾ. അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ റസീനയോട് എന്താ പറയുക, നന്നായിരുന്നു, ഫുഡ് നന്നായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ നല്ല ഫുഡായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. ഇനി ഞങ്ങൾ ഈ ഭാഗം ദൂരെ നിന്ന് എവിടെയെങ്കിലും യാത്ര പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ കയറി കഴിക്കുമല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ കടയിലേക്ക് തന്നെ വരുള്ളൂ കേട്ടോ, ഇത്താന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പം എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും അതിന് ഒരു നല്ല വാക്ക് കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അല്ലേ? നമുക്ക് ആ പൈസ കിട്ടുന്നതിനേക്കാളും സന്തോഷമല്ലേ ഒരു നല്ല വാക്ക് അവർ പറയുന്നു, നമ്മൾ കൊടുത്ത ഫുഡ് നന്നായിരുന്നു, ഇഷ്ടമായി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ
ഈ കട വിപുലപ്പെടുത്തണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലൊക്കെ അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. ഇതിങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇത് നമ്മുടെ ഒരു ഇത് കൊണ്ടിട്ടാണല്ലോ നമ്മുടെ മക്കളും എന്താ പറയുന്ന അതുങ്ങളും ഒരു നല്ല ഒരു ഇതിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നുള്ള. അപ്പം ശരിയായി വരുമായിരിക്കും. സാമ്പത്തികങ്ങളൊക്കെ ഇങ്ങനെ ശരിയായി വരുമ്പോൾ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും. മകൻ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ചെറിയ മോന് ഒരു കാറ്ററിങ്ങിന്റെ ഇതിലാണ്. അവന് വേറൊരു പയ്യനുമായിട്ട് സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൂത്ത മകനാണ് വിവാഹം കഴിച്ചത് അല്ലേ? അതെ അതെ. അത് നമ്മുടെ ആലഞ്ചോട് ഒരു ഓഫീസിൽ വണ്ടി ഓടിക്കുന്നതാണ്. ശരി. പിന്നെ മകളെന്ന് പറഞ്ഞത് മരുമകളെയാണ്. എനിക്ക് പെൺപിള്ളേരില്ലല്ലോ. അല്ല, അതും ഒരു നല്ല കാര്യം. നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമകളാണെ നമ്മൾ മകളെ പോലെ കാണണം. അതെ അതെ. അപ്പോൾ ഇതുപോലെ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് റസീനയുടെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? റസീന പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും സ്കില്ലുകളൊക്കെ ഉണ്ടാവും. ചിലർ പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക അല്ലേ? അല്ലെങ്കിൽ ഫുഡ് തന്നെയാണെങ്കിലും പല രീതിയിൽ പലരും, ഇപ്പോൾ ചിലർ കേക്ക് ഉണ്ടാക്കും അല്ലേ, ചിലർ അച്ചാറുകൾ ഉണ്ടാക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താണെങ്കിലും നല്ലതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ റസീന അച്ചാറുണ്ടാക്കി കടയിൽ വെക്കാറുണ്ട്? ഇല്ല, അങ്ങനെ പറയാറുണ്ട് എല്ലാവരും. പക്ഷെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയും അച്ചാറ് വേണം, ഞങ്ങൾക്ക് ഒരു രൂപ അച്ചാറ് വേണമെന്ന് പറയുമ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുക്കും അല്ലേ? കൊടുക്കും. പറയുന്നവർക്ക് കടയിൽ കൊണ്ടുപോകൂല, പറയുന്നവർക്ക് എൻ്റെ കടയിലേക്കുള്ളതും. അതെ, കടയിലേക്കുള്ള അച്ചാറും റസീന ഉണ്ടാക്കി വെക്കും, ചോറിൻ്റെ ഒപ്പം അത് കൊടുക്കും അല്ലേ, വിളമ്പുകയും ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ വച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു സംരംഭം തുടങ്ങാനോ, ചെറുതായിക്കോട്ടെ, എത്ര ചെറുതാണെങ്കിലും നമുക്ക് സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാക്കാൻ അല്ലേ, നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാൻ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ത്രീകൾ വെറുതെ ഇരിക്കാതെ അല്ലേ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കുകയും നമ്മുടെ വീടിന് അത് സഹായകമാകും. അതെ, നമ്മുടെ ഭർത്താവിനും മക്കൾക്കും അതൊരു സഹായമാവും, അവർക്കൊരു ഹെൽപ്പാവും. അതെ, കുടുംബം പുലർത്താനായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് തന്നെ ഒരു കുടുംബം പുലർത്തുന്ന സ്ത്രീകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഇല്ല, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നിലനിന്ന് പോകണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത്. അപ്പം എന്തായാലും റസീനയുടെ ഈ സംരംഭം നന്നായി നടക്കട്ടെ എന്നാണ് ആശംസ. റസീന ആഗ്രഹിച്ചതുപോലെ ഇത് കുറച്ച് വിപുലീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും സംഭവിക്കട്ടെ. അപ്പോൾ റസീനയുടെ ജീവിതത്തെക്കുറിച്ച്, റസീനയുടെ ഈ സംരംഭത്തെക്കുറിച്ച് റസീന നമ്മളോട് സംസാരിച്ചു. താങ്ക് യു റസീന. വെൽക്കം. പ്രിയ ശ്രോതാക്കളെ, സംരംഭകയായ റസീന ഹംസയാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനിയൊരു ഗാനം രാധിക തിലക് ആലപിച്ചത്. ഗാനരചന മുല്ലനേഴി, സംഗീതം BA ചിദംബരനാഥ്.
പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. സഹയാത്രിക